ഹായ് ഗുഡ് മോർണിംഗ് മൈ പോസിറ്റീവ് വൈബ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിൽ കൂടുതൽ സബ്സ്ക്രൈബറായിട്ടുള്ള കൂട്ടുകാരെല്ലാവരും പെറ്റൂണിയ ചെടികളെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണല്ലേ. അപ്പോൾ ഈ ചെടികൾ ലൈഫ് കുറവാണ് എന്നറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും ചെടികളെ വാങ്ങിച്ച് നമ്മുടെ ഇഷ്ടം കൊണ്ട് മാത്രമല്ല, പൂക്കളുടെ ഒരു സൗന്ദര്യം കൊണ്ട് തന്നെയാണ് പല വെറൈറ്റികളിലുള്ള പെറ്റൂണിയ ചെടികൾ നമുക്കറിയാം അല്ലേ. അപ്പോൾ അതിൽ എല്ലാത്തിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേണുള്ള പൂക്കളാണ് കൂടുതലും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ബഞ്ചായിട്ട് ഫ്ലവറിങ് ആകുന്ന ഇനങ്ങളുണ്ട്, അതുപോലെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഫ്ലവറിങ് ആകുന്ന ഇനങ്ങളുണ്ട്. അങ്ങനെ പല വെറൈറ്റിയിലുള്ള പ്ലാന്റുകൾ പെറ്റൂണിയ ചെടികളുണ്ട്. ഒന്നൊന്ന് മനസ്സ് വെച്ചാൽ ഈ ചെടികൾ ഒരിക്കലും നമ്മുടെ കൈവിട്ട് പോകുകയില്ല. കാര്യം ഇതിൻ്റെ സ്റ്റെം പ്രൊപ്പഗേഷൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സീഡ് നമുക്ക് കളക്ട് ചെയ്ത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ വർഷത്തേക്ക് നമുക്ക് ഈ പ്ലാന്റുകളെ വീണ്ടും നമുക്ക് സ്വന്തമാക്കാൻ കഴിയും. പക്ഷേ വേറൊരു കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പോളിനേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മദർ പ്ലാന്റിൻ്റെ അതേ ഇതിലുള്ള പ്ലാന്റുകൾ കിട്ടണം എന്നില്ല. ഒത്തിരി വെറൈറ്റിയിലുള്ള പ്ലാന്റ്സുകൾ നമുക്ക് കിട്ടാം. അതുപോലെ തന്നെ ഈ സിൽവർ പെറ്റൂണിയ, ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിൽവർ പെറ്റൂണിയാണ്. ഈ സിൽവർ പെറ്റൂണിയയുടെ സീഡുകൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നല്ല വെറൈറ്റികൾ ഇതിൽ നിന്നും കിട്ടുന്നതാണ്. എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോസായിട്ട് പങ്കുവെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെയല്ല, വേറെ ബ്ലാക്ക് പെറ്റൂണിയ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പോളിനേഷൻ നടന്ന് കിട്ടുന്ന വിത്തുകൾ എല്ലാം നല്ല നല്ല വെറൈറ്റികളായിരിക്കും. പിന്നെ എൻ്റെ ഗാർഡനിലാണെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഈ പെറ്റൂണിയ ചെടികളെ വെക്കാറില്ല. എല്ലാം തന്നെ ഒരുമിച്ച് കൂട്ടിയാണ് വെക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പോളിനേഷനായി എനിക്ക് ഒരുപാട് വെറൈറ്റിയിലുള്ള പെറ്റൂണിയ ചെടികൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം ചൂടായതിൻ്റെ പേരിൽ നമുക്ക് ഒത്തിരി ചെടികൾ നഷ്ടമായി. അതുപോലെ തന്നെ സെയിലും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പോൾ ഒന്ന് ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് അത്യാവശ്യം നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഒത്തിരി ചെടികൾ ഇങ്ങനെ കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ സെയിലിന് പാകമാകുന്ന സമയത്ത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടുകാർ മറന്നു പോകരുത്. ഒത്തിരി വെറൈറ്റീസ് നമ്മൾ കട്ടിങ്സ് പ്രൊപ്പഗേഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീഡ് പ്രൊപ്പഗേഷൻ ചെയ്ത് അതും നമ്മൾ മാറ്റി നടാറായിട്ടില്ല. എന്നാലും പ്ലാന്റ്സ് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂട്ടുകാർ മറക്കണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വിശേഷങ്ങളുമായിട്ട് നാളെ വരാം. അതുവരേക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.